ഇന്ന് ക്രാഫ്റ്റിംഗ് ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ജേർണലിംഗ് ചെയ്യും. അങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ ഇരുന്ന് കുറേ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ജേർണലിങ്ങിന്റെ ഐഡിയ കിട്ടിയത്. അപ്പോൾ പിന്നെ ഇതിലുള്ള റൈറ്റിംഗ്സ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര കണക്ഷനും തോന്നിയോണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇതന്നെ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ വിന്റേജ് അല്ലേ, അതുകൊണ്ട് നമ്മളെ കയ്യിൽ കുറേ സപ്ലൈസ് ഉണ്ട്. സപ്ലൈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഉദ്ദേശിച്ചത്, അല്ലാതെ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചല്ലത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ ഈ ഒരു വിന്റേജ് തീമിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആവും. കാരണം പഴയ ബുക്കും പഴയ എന്തെങ്കിലുമൊക്കെ പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ എനിക്കും കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വക ഐറ്റംസുകളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ജേർണൽ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളും ഇതേപോലെ വീടൊന്ന് കാര്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഐറ്റംസുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറേ ഒട്ടിച്ചിട്ടുണ്ട്, കുറേ വരച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ റെഫറൻസ് ഉള്ള ഒരു ധൈര്യത്തിലാണ് ഇത്രയും ചെയ്തത്. പിന്നെ കൊളാവൊന്നും പേടിക്കണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ഒട്ടിക്കലും വരക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് അതിന് കുറച്ച് റൈറ്റിംഗ്സുകളുണ്ട്. അപ്പോൾ അത് റെഫറൻസ് ഉള്ള സെയിം റൈറ്റിംഗ്സ് തന്നെ കേട്ടോ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആണെന്ന്. അവസാനത ഈ ഒരു പെയിന്റ് വെച്ചിട്ട് ഫ്ലവറും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ബ്ലാക്ക് മേല്. അപ്പോൾ ഇതാ നമ്മളെ ജേർണലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെയുള്ള വേണമെങ്കിൽ കമന്റിൽ പറയാം.